തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രം ശേഷിക്കെ അവസാനഘട്ട പര്യടനത്തിലാണ് മധ്യ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണയർപ്പിക്കുകയാണ് അവശേഷിക്കുന്ന ദിനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രധാന ലക്ഷ്യം. എന്തായാലും മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ നൽകാൻ ചേതൻ സാജൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ചേതൻ, ഗുഡ് മോർണിംഗ്. അഞ്ജന, ഗുഡ് മോർണിംഗ്. ചേതൻ, മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ചൂട് ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. വികസന വിഷയങ്ങൾ സ്വാഭാവികമായും നേരത്തെ നമ്മൾ കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ CAA അടക്കമുള്ള വിഷയങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ ഇവയെല്ലാം ചർച്ചയാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ വികസന വിഷയങ്ങൾ കൂടി അവിടെ ചർച്ചയാകുന്ന സാഹചര്യമാണുള്ളത്. പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വളരെ കുറച്ച് നാളുകൾ മാത്രം ശേഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് മധ്യ കേരളത്തിലെ നിലവിലെ സാഹചര്യം? അഞ്ജന, തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. തീർച്ചയായും ഇടത് സ്ഥാനാർത്ഥികളൊക്കെ കനത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇന്ന് ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ ഇന്ന് രാവിലെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം എറണാകുളം നിയോജക മണ്ഡലത്തിലാണ്. അതുപോലെ തന്നെ ചാലക്കുടി ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഈ വിട്ടുപോയ പ്രദേശങ്ങളിലൊക്കെ ഈ സമയം മാക്സിമം കവർ ചെയ്യുക എന്നൊരു നീക്കത്തിലൂടെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, വളരെ ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതിൻ്റെ ജനാധിപത്യം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ രാജ്യത്തുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ സംഘപരിവാർ BJP മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയമുണ്ട്. അതുതന്നെ ഈ രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന കോൺഗ്രസ് നിലപാടും തുറന്നു കാട്ടിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പരാമർശം, അതുപോലെ തന്നെ CAA ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് മുൻപിൽ തന്നെ നിൽക്കേണ്ട കോൺഗ്രസ് പാർട്ടി തന്നെ BJPയുടെ ഈ വർഗീയ രാഷ്ട്രത്തെ പിന്തുണക്കുന്ന ഒരു ദൗർഭാഗ്യ കാഴ്ച കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസിന് ഒരു ഏക അഭിപ്രായമില്ല. ദേശീയ കോൺഗ്രസിനും അതുപോലെ തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും ഒരു ഏക അഭിപ്രായമില്ല. ഉദാഹരണം പറഞ്ഞാൽ തന്നെ ഈ CAA എന്ന 3 അക്ഷരം എന്തുകൊണ്ട് കോൺഗ്രസ് പ്രകടന പത്രികയിലില്ല എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളടക്കം ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ അടുക്കുകയാണ്. നിരവധി പ്രതിപക്ഷ നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കേജ്രിവാൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹേമന്ത് സോറൻ ആയിക്കോട്ടെ, അവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ്. പക്ഷേ ഈ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇവരൊക്കെ എതിർക്കുമ്പോഴും, ഉദാഹരണം പറഞ്ഞാൽ ഈ കേജ്രിവാളിൻ്റെ അറസ്റ്റിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച ഒരാളാണ് കോൺഗ്രസ് നേതാവായ അജയ് മക്കൻ. അതുപോലെ തന്നെ EDയുടെ നിലപാട്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇലക്ഷൻ അടുക്കുന്തോറും രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. CBIയും അതുപോലെ തന്നെ EDയും ഒക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് ഇവർ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് ശക്തമായി അപലപിക്കും. പക്ഷേ കേരളത്തിനകത്ത് CPM നേതാക്കളൊക്കെ സമൻസ് അയക്കുമ്പോൾ, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴൊക്കെ EDയെ പിന്തുണക്കുന്ന ഒരു നിലപാടാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ വർഗീയ കക്ഷികളുടെ പിന്തുണ ഇത്തവണ കോൺഗ്രസ് പാർട്ടി തേടിയിട്ടുണ്ട്. SDPയുടെ അടക്കമുള്ള വർഗീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയമായിക്കോട്ടെ, ഇലക്ട്രൽ ബോണ്ടിനെ എക്കാലവും ശക്തമായി എതിർത്ത ഒരു പാർട്ടിയാണ് CPM. ഇതിനെതിരെ സുപ്രീം കോടതിയിലൊക്കെ പോയി കേസ് നടത്തിയ പാർട്ടിയാണ് CPM. പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ട് BJP നിരുപാധികം സ്വീകരിച്ചുകൊണ്ടിരിപ്പോൾ കോൺഗ്രസും തങ്ങൾക്കും കിട്ടണം പണം എന്ന BJPയുടെ ലൈന് തന്നെയാണ് സ്വീകരിച്ചത്. കോൺഗ്രസും കോടിക്കണക്കിന് രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വീകരിച്ചത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം കാണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പൗരത്വ നിയമത്തിൽ കുറിച്ച് പത്രക്കാർ ഖാർഗെയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് താൻ നാളെ ഉത്തരം പറയാമെന്നുള്ള പരിഹാസമായ ഒരു മറുപടിയാണ് പറഞ്ഞത്. ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സമീപം നിൽക്കുകയായിരുന്നു നമ്മുടെ ഈ ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയായ KC വേണുഗോപാൽ എന്നുകൂടി കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ കേരളം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്തപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിലെ MP മാർ ഒരാളും അതിൽ പങ്കെടുത്തില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ എടുത്തു കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തിലെ വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ് മധ്യ കേരളവും എന്നത് തീർച്ചയാണ്. കേരളം വിധി എഴുതാൻ വെറും
3 നാൾ മാത്രം ശേഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിവിധ വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ എല്ലാം തന്നെ ഉയർന്നു വരുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ജനാധിപത്യ മതേതര വിശ്വാസികൾ കൃത്യമായ രീതിയിൽ സമ്മതിദാനാവകാശം ഉപയോഗിക്കുക എന്നത് മാത്രമാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്.